So this is the first chapter. I'll read out the question and then tell out the answers. So first question is, which of the following best describes the study in a laboratory setting? So the first question is, which which of the following best describes the study done in laboratory setting using animals? So അത് ബെഞ്ച് ബേസ്ഡ് റിസർച്ച് ആണ്. സോ ബെഞ്ചിലാണ് ആനിമൽസിന് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് പറയുന്നത് ബെഞ്ച് ബേസ്ഡ് റിസർച്ച്. ട്രാൻസ്ലേഷണൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ബെഞ്ചിൽ നിന്ന് ഹ്യൂമൻസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ട്രാൻസ്ലേഷൻ റിസർച്ച്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവ്യൂ is not essential before initiating a research study? ഇപ്പോൾ റിസർച്ച് സ്റ്റഡി തീസിസിൻ്റെ പോലെ തന്നെ യു നീഡ് സയൻറ്റിഫിക് റിവ്യൂ, റെഗുലേറ്ററി റിവ്യൂ, ethics review. Peer review is not a must. Third, which of the following is not a type of study design? സ്റ്റഡി ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡിയാണ്. ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡിയിൽ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി, ദാറ്റ് ഇസ് ഇൻ്റർവെൻഷണൽ സ്റ്റഡി, പിന്നെ ഒബ്സർവേഷണൽ സ്റ്റഡിയിൽ കോഹോട്ട് സ്റ്റഡി, അല്ല ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി, അനലിറ്റിക്കൽ സ്റ്റഡിയിൽ കേസ് കൺട്രോളും കോഹോട്ടൊക്കെ. അതല്ലാതെ ഒരു ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയും കൂടിയുണ്ട്. അപ്പോൾ സ്റ്റഡി ഡിസൈൻ അല്ലാത്തത് ട്രാൻസ്ലേഷണൽ സ്റ്റഡിയാണ്. ട്രാൻസ്ലേഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ആനിമൽസ് ടു യു ആർ ട്രാൻസ്ലേറ്റിംഗ് ഇറ്റ് ടു ഹ്യൂമൻസ്. സോ ഡി ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് എറേഴ്സ് ഇൻ എ ഹെൽത്ത് റിസർച്ച്? അപ്പോൾ അതിൽ റാൻഡം എറർ ഇസ് ഡ്യൂ ടു ചാൻസ്, അത് ശരിയാണ്. ദാറ്റ് ഈസ് ചാൻസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഹാപ്പൻ, അതാണ് P<0.05 എന്നൊക്കെ പറയുന്നത്, അതാണ് റാൻഡം എററുടെ ആണ്. അത് ദാറ്റ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ ഇൻക്രീസിങ് ദ സാമ്പിൾ സൈസ്. അത് ഇറ്റ് ക്യാൻ ട്രൂ എസ്റ്റിമേറ്റ് എന്ന് അത് റാൻഡം എറർ കാരണം ഇറ്റ് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ എസ്റ്റിമേറ്റ്. ഓക്കെ, ദെൻ ദ സെക്കൻഡ് ഇസ് റാൻഡം എറർ ഇസ് ഡ്യൂ ടു ബയസ്, അത് ശരിയാണ്. സോ എറേഴ്സ് ആർ ടു ടൈപ്സ്, റാൻഡം എറർ ആൻഡ് സിസ്റ്റമാറ്റിക് എറർ. റാൻഡം എറർ ഇസ് ഡ്യൂ ടു ചാൻസ്, സിസ്റ്റമാറ്റിക് എററിനാണ് ബയസ് എന്ന് പറയുന്നത്. ആ സിസ്റ്റമാറ്റിക് എറർ 3 ടൈപ്സ് ആണ്: സെലക്ഷൻ ബയസ്, ഇൻഫർമേഷൻ ബയസ്, കൺഫൗണ്ടിങ്. ഓർക്ക് എങ്ങനെ SIC, സിക്ക്. സിസ്റ്റമാറ്റിക് എറർ സിക്ക് എന്നുള്ള ഓർത്താൽ മതി. ആൻഡ് റാൻഡം എറേഴ്സ് ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ റാൻഡം സാമ്പിളിങ്, അത് തെറ്റാണ്. റാൻഡം എറേഴ്സ് ക്യാൻ ബി eliminated by increasing the sample size. Then the last choice, bias distorts the study results in one direction, അത് ശരിയാണ്. So C ആണ് ആൻസർ. State whether the following statement is true or false. Assigning roles and responsibilities to the team members is one of the fundamental principles of research. True. Sixth, health research is usually focused on which of the following areas? അത് all the above ആണ്. You can read that. 7, which of the following is not a component of research study? So research studyയിൽ you need a sample size calculation, you need a development of a study tool, you need to frame the research question. First option is not a component. Institute scientific committee ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇല്ലെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ചെയ്യാം. 8th, a researcher wants to study the relationship between COVID-19 infection in pregnancy and birth weight. Currently, there is no evidence on this topic. Which of the following is the scope? ഇത് സ്കോപ്പാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് അഡീഷണൽ ഓൺ ന്യൂ ഇൻഫർമേഷൻ ആണ്. ബിക്കോസ് ഇറ്റ്സ് COVID-19 ഇസ് എ ന്യൂ ഡിസീസ് അല്ലേ. നമ്മൾക്ക് ഹൗ ക്യാൻ ബി വെരിഫൈ ഓർ കൺഫേം നോൺ ഇൻഫെക്ഷൻ? ഓൺഗോയിങ് പ്രോഗ്രാംസ് ഒന്നും ഇല്ലല്ലോ. സോ ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് അഡീഷണൽ ഓർ ന്യൂ ഇൻഫർമേഷൻ ആണ്.
Which of the following is not a critical consideration in planning health research? That is adequate justification or that's a critical consideration. Clear and focused research question is also necessary. Standard case definition. ഇപ്പോൾ ഏതാണ് ഒരു ക്യാൻസർ ലാറിങ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് ലാറിങ്സ് എന്നുള്ള CA ലാറിങ്സിൻ്റെ ഡെഫിനേഷൻ ഉണ്ടാവുമല്ലോ. All those are important. D, financial gain. That is not a criteria for health research. 10, identify the correct statement about implementation of research. There is research finding must be approved by the funder. Research finding must be error free. അതൊക്കെ തെറ്റാണ്. എറർ ഉണ്ടാവാം, എറർ കുറയ്ക്കാനേ ഉള്ളൂ പറ്റുക. പൈലറ്റ് സ്റ്റഡി ക്യാൻ ബി ഡൺ ഡ്യൂറിങ് ഡേറ്റ അനാലിസിസ്. അത് തെറ്റാണ്. പൈലറ്റ് സ്റ്റഡി ഈസ് ഓൾവേസ് ഡൺ ബിഫോർ യു സ്റ്റാർട്ട് ദ ആക്ച്വൽ സ്റ്റഡി. വാട്ട് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് adequate sample size is a prerequisite.